മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമാ വന്നു നിൽക്കുമ്പോൾ എന്ന അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന പോലെ ജീവൻ ഉണ്ടെന്നേയുള്ളൂ, ജീവിക്കുന്നില്ല. 2014 മുൻപ് ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടം ആര് ലംഘിച്ചാലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു മാതൃകാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി? രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യത്തിന്റെ ദുരവസ്ഥയിൽ മനം നൊന്ത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു തുറന്ന കത്തെഴുതിയിരിക്കുകയാണ്. 1957 ദുർഗാദാസ് ആണ് രാജ്യത്തെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, 16 ബോർഡ് അംഗങ്ങൾ എന്നിവരടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിനെ നയിക്കുന്നത്. 4200 ആക്റ്റീവ് മെമ്പർമാരും 900 അസോസിയേറ്റ് മെമ്പർമാരും കുറേയേറെ കോർപ്പറേറ്റ് മെമ്പർമാരും അടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ കൂട്ടായ്മയാണ് PCI. 1930 തന്റെ ലണ്ടൻ യാത്രയിൽ മനസ്സിലാക്കാനിടയായ ലണ്ടൻ പ്രസ് ക്ലബിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അതിന്റെ മാതൃകയിൽ ദുർഗാദാസ് PCI സ്ഥാപിക്കുന്നത്. ഈ കത്തിൽ അവർ ഇലക്ഷൻ കമ്മീഷനോട് ഉന്നയിക്കുന്ന 2 ആവശ്യങ്ങൾ ഇവയാണ്. 1. ഓരോ ഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷവും പത്രസമ്മേളനം നടത്തുക. 2. വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിന്റെ സമൂലമായ ഡേറ്റ ഓരോ ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന്റെ പിറ്റേ ദിവസം പുറത്തുവിടുക. അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യ 3 ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷവും ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ ഞങ്ങൾ വളരെ നിരാശരാണ്. 1919 വരെ ഓരോ ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുന്തോറും പത്രസമ്മേളനം നടത്തുന്നത് സാധാരണയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ ആഘോഷമായ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അറിയാൻ രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാ അധികാരവുമുണ്ട്. ഈ പത്രസമ്മേളനത്തിലൂടെയാണ് മാധ്യമ പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നതും അതുപോലെ അവർക്ക് എന്തെങ്കിലും ചോദ്യമോ സന്ദേഹമോ ഉണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തുന്നതും. അതുവഴി അവർക്ക് ജനങ്ങൾക്ക് തെറ്റില്ലായ കൃത്യമായ വിവരം വാർത്തകളിലൂടെ നൽകാൻ സാധിക്കുന്നു. കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളുടെ കൃത്യമായ എണ്ണം ഇതുവരെ പുറത്തിറക്കാത്തത് ഞങ്ങളെ ഞെട്ടിക്കുന്നു. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ചും നിഷ്പക്ഷതയെക്കുറിച്ചും ഞങ്ങളുടെ ഇടയിൽ വലിയ ഭയപ്പാടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് വിശ്വാസം ഉളവാക്കുന്നതിന് ഞങ്ങൾ ഈ പറഞ്ഞ ആവശ്യങ്ങൾ നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതാണ് PCIയുടെ കത്തിലുള്ളത്. ഇന്ത്യ എന്നത് പേരിൽ മാത്രം ഒരു ജനാധിപത്യ രാജ്യമായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ കാവലാളുകൾ ആകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെയും BJPയുടെയും വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ട് ഉറങ്ങുകയാണ്. പ്രതിപക്ഷ നേതാക്കളെ കാണാനോ അവരുടെ പരാതി കേൾക്കാനോ പോലും ഭരണഘടനാ സ്ഥാപനം ആയിരിക്കേണ്ട ECI തയ്യാറാകുന്നു പോലുമില്ല. മോദിയുടെ വാലാട്ടുകളായി ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും, മരിക്കുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനെ, അതല്ലേ മാനവും അന്തസ്സും എന്ന് പറയുന്നത്?